ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ സീ വേൾഡിൻ്റെ ഉള്ളിലെ എക്വേറിയം കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സീ വേൾഡ് ഉള്ളതെന്ന് വെച്ചാൽ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൻ്റെ ഉള്ളിലാണ്. അകത്ത് കയറിയാലും ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ ഒരു മീനാണ്. ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ബെല്ലീഡ് നെട്ടർ. ഇതിനെ കാണുമ്പം വളരെ പാവമായിട്ട് തോന്നുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, എങ്കിൽ വെറുതെയാണ്. ഇത് സാക്ഷാൽ പിറാന മീനിൻ്റെ അനിയനായിട്ട് വരുന്നൊരു മീനാണ്. ഇതിനെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് പല്ലുകൾ ഈ മീനിനെ കാണാം. അതുപോലെ തന്നെ ഇത് എക്വേറിയത്തിലൊക്കെ വളർത്തുന്ന നേരം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഒരുപാട് പല്ലുള്ളത് കൊണ്ട് തന്നെ നമ്മളെ തന്നെ ഇത് കടിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കാർപ്പിനെയാണ്. ഇപ്പം മിക്കവാറും എല്ലാവരുടെ വീട്ടിലും വളർത്താൻ തുടങ്ങിയൊരു മീനാണ് കോഴിക്കാർപ്പ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും രസമാണ് അതിനെ കാണാൻ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പലതരത്തിലുള്ള ഡിസൈൻ അതിൻ്റെ ശരീരത്തിൽ. പിന്നെ ഈ ടാങ്കിൽ നോക്കിയാലും കോഴിക്കാർപ്പിനെ കൂടാണ്ട് കുറച്ച് ഗോൾഡൻ ഫിഷിനെയും കാണാൻ സാധിച്ചിന്. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ആൽബിനോ ടിൻഫോയിൽ ബാർബ് എന്ന് പറഞ്ഞൊരു മീനാണ്. ഇതിൻ്റെ കണ്ണാണ് ഒരു രക്ഷയില്ല, അത്രയ്ക്കും അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു മീനാണ് ഈ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ അടുത്തായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയൻ്റ് ഗൗരാമി എന്ന് പറഞ്ഞൊരു മീനാണ്. ഈ മീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ വയറ്റിൻ്റെ അടിയിൽ രണ്ട് നൂല് പോലെ നീണ്ടു നിൽക്കുന്നൊരു ഇതുണ്ട്. അതിങ്ങനെ വെള്ളത്തിലൊക്കെ പോകുന്നതിന് പ്രത്യേക ഒരു രസം തന്നെയാണ് കാണാൻ. ഇതിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ആളൊരു കട്ടക്കലിപ്പനാണ്. എൻ്റെ അടുത്ത് തന്നെ ഭയങ്കര ദേഷ്യത്തിൽ, പ്രത്യേകിച്ച് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നേരം അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ചൂടായാലും തന്നെ ആരാ നീ എൻ്റെ വീഡിയോ എടുക്കുന്നതെന്നുള്ള മട്ടിൽ എൻ്റെ അടുത്ത് കുറേ നേരം ചൂടായി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ടൊരു മീനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിഷ് ടാങ്കിൽ ഒറ്റ ഒന്നിനെ ഇടാൻ പറ്റും. രണ്ട് ഗൗരാമീനെ ഒരുമിച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി അടി കൂടിയിട്ട് മരിക്കുന്നൊരവസ്ഥയായിരിക്കും. അങ്ങനെ ഗൗരാമീൻ്റെ പരാക്രമണം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതായിട്ട് കണ്ടതെന്ന് വെച്ചാൽ ഇറിഡിഫൻറ്റ് ഷാർക്ക് എന്ന് പറഞ്ഞൊരു മീനാണ്. കണ്ടാൽ നല്ല സ്രാവിൻ്റെ ഒരു ലുക്കെല്ലാം ചെറിയ അതേ സെയിം സാധനത്തിന് ഈ റെയിൻബോ ഷാർക്കും രണ്ടും നിറത്തിലൊക്കെ വ്യത്യാസമുണ്ട്. കണ്ടാലൊരു ചെറിയ കുട്ടി സ്രാവിൻ്റെ ഒരു ലുക്കൊക്കെ തരുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ വിഡോ ആൻഡ് പർപ്പിൾ വിഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ്. ഈ മീനിനെ കണ്ടാൽ തന്നെ നമ്മൾ അട്രാക്റ്റഡ് ആയി പോകും. അത്രയ്ക്ക് ഭംഗിയാണ് ഇതിനെ കാണാൻ. ഞാനിത് ഒരുപാട് റെസ്റ്റോറൻറ്റിലൊക്കെ അക്വേറിയത്തിൽ ഈ ഒരു മീനിനെ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് അവിടെ വരുന്ന ആൾക്കാരൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഞാൻ കണ്ട ആൽബിനോ ടൈഗർ ഷാർക്കാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ കണ്ണ് നല്ല ചുവപ്പാണ്. അത് കണ്ടാൽ ചെറിയൊരു സ്രാവിൻ്റെ ഒരു കട്ടും തരുന്നുണ്ട്. അടുത്ത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇലക്ട്രിക് എലോ ജിച്ചിഡ് എന്ന് പറഞ്ഞൊരു മീനാണ്. ഇത് വളരെ ചെറുതാണ്, പിന്നെ കാണാൻ ഭയങ്കര ഒരു മഞ്ഞ കളറായതുകൊണ്ട് പ്രത്യേക ഭംഗി തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സ്ലെൻഡർ റെസ്പോറ എന്ന് പറഞ്ഞൊരു മീനാണ്. ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ റേഫിൻ്റെ ബാർബ് എന്നുള്ളൊരു മീനാണ്. നല്ല കറുപ്പ് കളറാണ്, അത് നല്ലൊരു ഭംഗി കൂടിയാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ഇറിഡിഫൻറ്റ് ഷാർക്ക് കുറച്ച് വണ്ണം വെച്ചിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ അരാപ്പാമ മീനെ കുറിച്ചിട്ട് അറിയാവുന്നതാണ്. ഇത് വളരെ അഗ്രസീവായിട്ടുള്ളൊരു മീൻ കൂടിയാണ് ഈ അരാപ്പാമ. ഇതിൻ്റെ മുന്നിൽ വരുന്ന ഏതൊരു ചെറു മീനായിക്കോട്ടെ പെട്ടെന്ന് തന്നെ വിഴുങ്ങാൻ കഴിവുള്ള ഒരു മീൻ കൂടിയാണ് ഇത്. ഇതിൻ്റെ വാലാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് തോന്നുന്നത്, നല്ല റെഡിഷ് കളറായിട്ടുള്ള. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് ഓസ്കർ ഫിഷ് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ അക്വേറിയത്തിലും കോമൺ ആയിട്ട് വളർത്തുന്ന ഒരു മീൻ കൂടിയാണ് ഈ കാണുന്ന ഓസ്കർ ഫിഷ് എന്ന് പറയുന്നത്. അങ്ങനെ ഓസ്കർ ഫിഷിനെ കണ്ടു കഴിഞ്ഞ് ഞാൻ അടുത്തത് കണ്ടതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി മീൻ തന്നെയാണ്. ഇതിൻ്റെ പേരാണ് സിൽവർ അറോവാണ എന്ന് പറയുന്നത്. സാധാരണ ഒരു മീനിന് വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപമാണ് ഈ സിൽവർ അറോവാണ എൻ്റെ അടുത്ത്. പിന്നെ നിങ്ങൾ ഈ ടാങ്കിൽ കാണുന്ന മീനും കോഴിക്കാർപ്പ് തന്നെയാണ്. കോഴിക്കാർപ്പിൻ്റെ വേറെ ഒരു വകഭേദമാണ് ഈ ടാങ്കിലുള്ളത്. ഇതെല്ലാം ചെറുതായതുകൊണ്ട് തന്നെ അത്ര വലിയ ഭംഗിയില്ല. കോഴിക്കാർപ്പ് കൂടുതൽ ഭംഗി വരുന്നത് നല്ല വലിയ സൈസാകുന്നവരാണ് അതിൻ്റെ കളറൊക്കെ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കോഴിക്കാർപ്പിനെ കണ്ട് അടുത്ത ടാങ്കിലെത്തുന്നത് വീണ്ടും ഓസ്കാറിൻ്റെ മറ്റൊരു വകഭേദമാണ് കാണാൻ സാധിച്ചത്. പിന്നെ ഞാൻ അടുത്തായിട്ട് കണ്ടത് ഈ ഒരു മീനാണ്. ഈ മീനിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേക്ക് ഹെഡ് മ്യൂറൽ എന്നാണ്. ഇത് ഞാൻ അധികം കാണാതൊരു മീനാണ്. കോമൺ ആയിട്ട് നമ്മളെ അക്വേറിയത്തിലൊന്നും കാണില്ല. പക്ഷെ കണ്ടാൽ എനിക്ക് തോന്നിയത് വളരെ ശാന്തമായൊരു മീൻ കൂടിയാണ് ഈ കാണുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഹോൺ എന്ന് പറഞ്ഞൊരു മീനാണ്. നമുക്ക് കണ്ടാൽ തന്നെ അത് തലയിലൊരു മുഴച്ച പോലെ, പക്ഷെ അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഭംഗി തോന്നിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന മീനിൻ്റെ പേരാണ് ബ്ലാക്ക് കോസ്റ്റ് നൈഫ് ഫിഷ്. സാധാരണ മീനിനെക്കാട്ടും വ്യത്യസ്തമായ രൂപമാണ് ഇതിൻ്റെത്. പിന്നെ അടുത്തൊരു ടാങ്കിലുള്ള ഈ ഒരു മീനിൻ്റെ പേരാണ് ആൽബിനോ പാച്ചു. ഭയങ്കര പേടിയോടെയാണ് ഇനി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഈ മീൻ. നിങ്ങൾ ഈ കാണുന്ന മീനിൻ്റെ പേരാണ് ജാവ വാർവ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല വലിയ കണ്ണാണ് ഇതിനുള്ള. ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള മീൻ കൂടിയാണ് ഈ ജാവ വാർവ്. പിന്നെ ഞാൻ അടുത്ത ടാങ്കിൽ വീണ്ടും ഒരു ഓസ്കാർ മീനെ കണ്ട്. ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കാർ മീൻ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ചെറിയ ഓസ്കാർ മീനെ പോലെയല്ല ഈ കാണുന്നത്, അത്യാവശ്യം വലുതാണ്. അവിടെ നിന്ന് ഞാൻ അടുത്തുള്ളൊരു ടാങ്ക് നോക്കിയരാന്ന് ഒരു വലിയൊരു മീനെ കണ്ടത്. അപ്പോൾ എന്തെന്നാ മീനെന്ന് നോക്കണ്ടിട്ട് അടുത്ത് ചെന്നേരാന്ന് മനസ്സിലായത് ഇത് അരാപ്പ മീനിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മീനാണ്. ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ എലിഗേറ്റർ എന്നാണ്.
സാധാരണ അരാപ്പാമ്പീനെ പോലെ തന്നെ ഒരു ഇരേനെ കിട്ടിയാൽ അപ്പാട് വിഴുങ്ങേണ്ട ഒരു കഴിവ് ഈ ഒരു എലിഗേറ്ററിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.